വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. ബിജെപി നേതാക്കളെ കസേര വെച്ച് എറിഞ്ഞോടിച്ചു. ആരാണ് എറിഞ്ഞോടിച്ചത്? ബിജെപിയുടെ ഭരണത്തിൽ പൊറുതിമുട്ടിയ സാധാരണ ജനങ്ങളാണ് എങ്കിൽ അല്ല എന്നാണ് ഉത്തരം. ബിജെപി നേതാക്കളെ കസേര വെച്ച് എറിഞ്ഞോടിച്ചത് ബിജെപിയുടെ തന്നെ അണികൾ തന്നെയാണ്. പശ്ചിമ ബംഗാളിലാണ് സ്വന്തം അണികളുടെ കയ്യിൽ നിന്ന് ബിജെപി നേതാക്കൾക്ക് കസേര വെച്ചുള്ള ഏറുകൊണ്ടിരിക്കുന്നത്. സംഭവം എന്താണ് എന്ന് വെച്ചാൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് ബംഗാളിൽ ബിജെപിയുടെ ഒരു യോഗം നടന്നിരുന്നു. ആ യോഗത്തിൽ ബംഗാളിലെ മുൻ ബിജെപി സംസ്ഥാന അധ്യക്ഷനായ ദിലീപ് ഘോഷും നിലവിലെ സംസ്ഥാന അധ്യക്ഷനായ സുഗന്ധ മജുംദാറുമൊക്കെ പങ്കെടുത്തിരുന്നു. ഈ യോഗത്തിൽ ഒരു വിഭാഗം പ്രവർത്തകർ ദിലീപ് ഘോഷിനെതിരെ വളരെ വ്യാപകമായ വിമർശനം ഉന്നയിക്കുകയായിരുന്നു. അതായത് ബംഗാളിൽ വലിയ വീരഗാഥകളൊക്കെ പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ 8 നിലയിൽ പൊട്ടി എന്നും തെരഞ്ഞെടുപ്പിൽ പൊട്ടിയതിനു ശേഷം ബംഗാളിൽ ബിജെപി പ്രവർത്തകർ വ്യാപകമായി ആക്രമിക്കപ്പെട്ടു എന്നും, എന്നാൽ ബിജെപി പ്രവർത്തകർ ആക്രമിക്കപ്പെടുന്ന സമയത്ത് ദിലീപ് ഘോഷിനെ പോലുള്ള ബിജെപിയുടെ നേതാക്കൾ ഒരക്ഷരം ഉരിയാടിയിട്ടില്ല എന്നാണ് ഒരു വിഭാഗം പ്രവർത്തകർ ദിലീപ് ഘോഷിനെതിരെ ഈ യോഗത്തിൽ ഉയർത്തിയ വിമർശനം. എന്നാൽ പ്രവർത്തകരുടെ ഈ വിമർശനത്തെ എതിർത്തുകൊണ്ട് ദിലീപ് ഘോഷിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം പ്രവർത്തകർ രംഗത്തെത്തുകയായിരുന്നു. ദിലീപ് ഘോഷ് ഇക്കാര്യത്തിൽ കാര്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നും ഇപ്പോൾ നിങ്ങൾ ഉന്നയിക്കുന്ന വിമർശനം തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദിലീപ് ഘോഷിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം അണികൾ രംഗത്ത് വന്നത്. ഇത്തരത്തിൽ ദിലീപ് ഘോഷിനെ അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്യുന്ന പ്രവർത്തകർ തമ്മിൽ വാക്ക് തർക്കമുണ്ടാകുകയും പിന്നീട് കയ്യാങ്കളിയിൽ ഏർപ്പെടുകയുമായിരുന്നു. പ്രവർത്തകർ തമ്മിലുള്ള കയ്യാങ്കളിയിൽ പരസ്പരം അടിക്കുകയും ഇടിക്കുകയും ചെയ്തു. ഇതിനിടയിൽ കസേര വെച്ച് പ്രവർത്തകർ പരസ്പരം വലിച്ചെറിയുകയും ചെയ്തു. ഇത്തരത്തിൽ കസേര വലിച്ചെറിയുമ്പോൾ ദിലീപ് ഘോഷിനും സുഗന്ധ മജുംദാറും അടക്കമുള്ള ബിജെപിയുടെ സംസ്ഥാന നേതാക്കൾക്കാണ് ഈ കസേരയേറ് കൊണ്ടത് എന്നും ഇവർക്ക് ഇതിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇത്തരത്തിൽ സംസ്ഥാന നേതാക്കൾ നോക്കി നിൽക്കെയാണ് ബിജെപിയുടെ പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ആക്രമണം നടത്തുകയും പരസ്പരം കസേരയേറുകയും ഈ കസേരയേറിൽ ബിജെപിയുടെ സംസ്ഥാന നേതാക്കൾക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. ഒടുവിൽ ജില്ലാ നേതാക്കൾ വന്നുകൊണ്ടാണ് ഈ പ്രശ്നം ശാന്തമാക്കിയത്. ഏതായാലും ബിജെപിയുടെ സംസ്ഥാന നേതാക്കൾക്ക് പ്രവർത്തകരുടെ ഈ ആക്രമണത്തിൽ സാരമായ പരിക്കേറ്റിട്ടുണ്ട്. എന്നിട്ടും ഇവർ പറയുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ ചില പ്രവർത്തകർ ബിജെപി പ്രവർത്തകർ എന്ന വേഷം ധരിച്ചുകൊണ്ട് ഈ യോഗത്തിൽ കയറിക്കൂടിയെന്നും അവരാണ് പ്രശ്നമുണ്ടാക്കി എന്നുമൊക്കെ പറഞ്ഞാണ് സുഗന്ധ മജുംദാറിനെ പോലെയുള്ള ബിജെപി നേതാക്കൾ ഇപ്പോൾ ഈ സംഭവത്തെ ന്യായീകരിക്കുന്നത്. ഏതായാലും പ്രവർത്തകർ തമ്മിൽ ചേരിതിരിഞ്ഞ് തല്ലുകൂടുന്നതിന്റെയും കസേര എറിയുന്നതിന്റെയും കസേര കൊണ്ട് അടിക്കുന്നതിന്റെയും ഒക്കെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. യൂട്യൂബിന്റെ ചില പോളിസികൾക്കെതിരായതുകൊണ്ട് ആ വീഡിയോ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ ചേർക്കുകയാണ്. ഏതായാലും ബംഗാളിലെ ബിജെപി നേതാക്കൾക്ക് അടികൊണ്ടതും പ്രവർത്തകർ തമ്മിൽ ചേരിതിരിഞ്ഞ് അടികൂടിയതുമൊക്കെയാണ് ഇപ്പോഴത്തെ പ്രധാന വാർത്ത. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.